പ്രൈസ് ദി ലോർഡ് ദൈവമക്കളെ, പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് തിങ്കളാഴ്ച ധ്യാനത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ കിട്ടിയ നല്ല ഒരു അനുഭവമായിരുന്ന ധ്യാനം. സ്നേഹമുള്ളവരെ, എല്ലാവരും പ്രാർത്ഥിക്കുക. നിലനിൽപ്പിൻ്റെ വരം നമുക്കും എല്ലാവർക്കും കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവർ, ഇന്ന് നമ്മളൊന്ന് ചിന്തിക്കുകയും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു വിടാൻ വേണ്ടി അത് ഉപകരിക്കും. ഒപ്പം നിങ്ങളുടെ 2 നിയോഗങ്ങൾ ഇതിൽ സമർപ്പിച്ചിട്ടുണ്ട്. കർത്താവേ, അത് എത്രയും പെട്ടെന്ന് നടത്തി കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ളവരെ, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, അദ്ദേഹം ഒരു ഡ്രൈവറാണ്. ആ മനുഷ്യൻ ഒരിക്കൽ എന്നെ കാണുവാനായിട്ട് വന്നു. പല ധ്യാന കേന്ദ്രങ്ങളിലും അദ്ദേഹം ധ്യാനം കൂടാൻ പോയിട്ടുണ്ട്. ഒരു കാരണവശാലും സിഗരറ്റ് വലി മാറ്റാൻ പറ്റൂല. ഒരു കാരണവശാലും മദ്യപാനം നിർത്താൻ പറ്റൂല. വീണ്ടും അദ്ദേഹം ഈ പറഞ്ഞ പോലെ വടിവാളും കൊണ്ടടക്കുകയും തല്ലുപിടിക്കുകയും ഒരു തല വെട്ടിപ്പൊളിച്ച് ജയിലിൽ കിടന്ന 6 മാസത്തോളം ജയിലിൽ കിടന്ന ഒരു മകനും കൂടിയാണ്. എന്നാൽ അവിടെ കിടന്നുകൊണ്ട് ബൈബിള് ഒരു തമിഴൻ കൊണ്ട് കൊടുത്തിട്ട് ബൈബിള് പുതിയ നിയമം മൊത്തം വായിച്ചു എന്ന് ഒക്കെ അദ്ദേഹം സാക്ഷ്യത്തിൽ പറയാറുണ്ട്, കേരളത്തിൽ പല സ്ഥലങ്ങളിലും. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ എന്നെ കാണാൻ വരുന്ന സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സിഗരറ്റ് വലിയ മദ്യപാനോ വഴക്കോ ഇതൊന്നും നിർത്താൻ പറ്റിയിട്ടില്ല. എവിടെ ധ്യാനത്തിന് പോയാലും അതൊന്നും നിർത്താൻ പറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യത്തിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റുപറച്ചിൽ മനസ്സിലാക്കാൻ സാധിച്ചത്. കണ്ട തന്നെ പേടിയാവും, കണ്ണ് കണ്ട പേടിയാവും. നല്ല ഹൈറ്റും കണ്ണ് കണ്ടാൽ തന്നെ പേടി, അതുപോലത്തെ ഒരു ഇതാണ്. എന്നാൽ വേണമെന്ന് വെച്ചാൽ, മനസ്സ് വെച്ചാൽ എന്ത് കൊണ്ടേ വരികയുള്ളൂ. അപ്രകൃതമാണ്. ഓക്കെ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഞങ്ങളുടെ ഈ അങ്കമാലി നമ്മുടെ എറണാകുളം അങ്കമാലി രൂപതയിൽപ്പെട്ട ഒരു മകനാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, വന്ന് കാണുന്നു, സംസാരിക്കുന്നു. ബ്രദർ ഒരു പ്രാർത്ഥന പുള്ളിക്ക് കൊടുത്തു. സ്നേഹമുള്ളവരെ, 12 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യൻ, എങ്ങനെ ഇത്രയ്ക്ക് വലിക്കാൻ പറ്റും എനിക്കറിയില്ല. 12 പാക്കറ്റ് സിഗരറ്റ് വലിക്കുന്ന ഒരു മനുഷ്യനാണെന്ന്. ആരോഗ്യമുണ്ട്, നല്ല ആരോഗ്യമാണ്. മദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറമാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. ഒരു ടൂറ് പോകാൻ 10ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലോ 9ലോ അവിടെ പഠിക്കുന്ന സമയത്ത് ഒരു വണ്ടി ആക്സിഡൻ്റ് ആയതിൻ്റെ പേരിൽ അപ്പം പറഞ്ഞു ടൂറിനൊന്നും പോകണ്ട. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് മക്കളെ. കാരണം ഒരു പെൺകുട്ടിയുടെ അപ്പം പറഞ്ഞു, മോനെ എൻ്റെ കൊച്ചിനെ നോക്കണോട്ടോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചേക്കുകയാണ്. അപ്പോൾ ഒരു ഗമ കൂടി. അദ്ദേഹം തന്നെ പറയണതാണ്, അദ്ദേഹത്തൊരു ഗമ കൂടി. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യമാണത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ വേഗത്തിൽ എന്ത് ചെയ്തു, ഒരു കത്തിയെന്ന് പറയണേന്ന് പറഞ്ഞാൽ കത്തിയെടുത്ത് പെട്ടിയിൽ വെച്ചു. ആരെങ്കിലും വരാണെങ്കിൽ ഒന്ന് കൊടുക്കാൻ. അവൻ്റെ സ്വഭാവത്തിന് കൊടുക്കുകയല്ല, അതിനപ്പുറം ചെയ്യും. എന്നാൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു പുണ്യാളൻ്റെ പേര് പറഞ്ഞാൽ പിന്നെ അത് ശരിയാവില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഏരിയ മനസ്സിലാക്കി ഇന്ന ആളെന്ന് മനസ്സിലാവില്ല, അതുകൊണ്ടായിരിക്കാം. അറിയാവുന്നവരാണെങ്കിലും അല്ല, അദ്ദേഹം ഇതൊന്നുമല്ല, ഇതിനൊക്കെ അപ്പുറം സാക്ഷ്യം പറയുന്ന ഒരാളാണ്. അയ്യോ, ഞാൻ കുറച്ച് മറവിലൂടെ പറയുന്നത്, എല്ലാം വെട്ടി തുറന്ന് പറയാതെ. അപ്പോൾ ഫേമസ് ആയ ഒരു വിശുദ്ധൻ്റെ ഇടവകയിൽ നിന്നാണ് വരുന്നത്. അദ്ദേഹം ഭയങ്കര സ്നേഹം കൊടുക്കുന്ന, ഭയങ്കര ബഹുമാനം, ഭയങ്കര സ്നേഹമുള്ള ഒരാളാണ്. ലാസ്റ്റ് ടൂറ് ക്യാൻസലാക്കാൻ ഒരു കാരണമുണ്ട്. ഒരു പെൺകുട്ടീനെ ഏൽപ്പിച്ചേക്കെയാണ്. രണ്ടാമത് ലൈസൻസ് ഒന്നുമില്ല. 8ലോ 9ലോ അവിടെ പഠിക്കുന്ന സമയത്ത് ഇവൻ ഒരു ലാമ്പട്ട സ്കൂട്ടറും കൊണ്ട്, അപ്പൻ്റെ സ്കൂട്ടറാണെന്ന് തോന്നുന്നു, എങ്ങാണ്ട് കൊണ്ടുപോയി അത് ഇടിച്ച് മറിച്ച് പ്രശ്നമായോടുകൂടി അപ്പം തല്ലിയോന്നറിയില്ല. അപ്പനെന്ത് ചെയ്തു, വാലടച്ച് പൂട്ടിയിട്ടു. ടൂറിനൊന്നും പോകണ്ടെന്ന് പറയും. ആ ദേഷ്യം കൊണ്ട് അദ്ദേഹം പറയുന്നത്, ചില്ലുകൊണ്ടുള്ള രൂപങ്ങൾ ധാരാളം ഉണ്ടായി. എല്ലാം നിലത്തടിച്ചിട്ട്, നിലത്ത് തല്ലി തേച്ചിട്ടു. 10 ലിറ്റർ ചാരായം ഉണ്ടായിരുന്നു. 10 ലിറ്റർ ചാരായം വിൽക്കാനോ കുടിക്കാനോ എന്തിനാണാവോ കൊണ്ടുവച്ചേക്കണത്. അതൊക്കെയാണ് കുടിച്ചു. അപ്പനും ദാത, അപ്പൻ്റെ മകനും അതിനേലും വലിയ ദാതയാണ്. അതൊക്കെ കുടിക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലേ. പക്ഷേ എങ്ങനെ കുടിക്കണം എനിക്കറിയില്ല. ഒരുപാട് കുടിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ അതെല്ലാം കുടിച്ചോ എന്നറിയില്ല. കുടിച്ചിട്ട് ആ മനുഷ്യൻ നല്ല ആരോഗ്യമുള്ള ചെറുപ്പമല്ലേ.
ആ ചില്ലൊക്കെ ചവിട്ടി പൊട്ടിച്ച് അടിച്ചു പൊട്ടിച്ച് അതിൻ്റെ പുറത്തേക്കടയൊക്കെ നടന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ഇപ്പം എന്തുണ്ടായി, അവൻ അത് കഴിഞ്ഞ് അവിടെ തളർന്ന് അവിടെ കിടന്നു. നേരത്തോട് നേരമാണോ എത്രയോ ദിവസം കഴിഞ്ഞപ്പോൾ കണ്ണു തുറന്നു പോലും. വാതിലടച്ചിട്ടേക്കാണ്, പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കാണ്. ചെന്ന് നോക്കുമ്പോൾ കിടന്ന ഉറക്കമാണ്. ഇവനങ്ങനെ എന്തോരം ദിവസമാണ്, എത്ര മണിക്കൂർ എനിക്കറിയില്ല, ഓർമ്മ വരുന്നില്ല. അത് നോക്കുമ്പോൾ അവന് 11 അമ്മായിമാരാണ്, ആൻറ്റിമാർ. അപ്പൻ്റെ പെങ്ങൾ 11 പേര്. ഈ 11 പേരും ഈ സാക്ഷ്യം ചിലപ്പോൾ നിങ്ങളും പഴയ ആൾക്കാരാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും കേട്ടോ. ഇതുപോലെ തന്നെ 11 അമ്മായിമ്മമാരിയ്ക്കുകയാണ്, കൊന്തം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആങ്ങളയ്ക്കുള്ള ഏകപുത്രനാണ് ദേ കിടക്കണം. അങ്ങനെ അവിടുന്ന് എഴുന്നേൽക്കുന്നു. ഓക്കെ. പക്ഷേ അവൻ്റെ സാക്ഷ്യത്തിൽ ഇതാണ് ഏറ്റവും വലുത്. ഈ കുപ്പിച്ചില്ല് പോലത്തെ ചില്ലിൻ്റെ രൂപത്തിൻ്റെ ചില്ല് അടിച്ച് പൊളിച്ച് അതിൻ്റെ പുറത്തേക്കൂടെ നടന്നിട്ട് അവൻ്റെ കാല് ഈശോയുടെ തല്ലി പൊളിച്ചിട്ടേക്കണേ, മാതാവിൻ്റെ പുണ്യാളന്മാരുടെ. എന്നിട്ട് ഒരു മുറിവ്, ഒരു സൂചിക്ക് കുത്തന മുറിവ് പോലും അവൻ്റെ പാദത്തിന് സംഭവിച്ചിട്ടില്ല എന്ന്. അപ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടേ മക്കളെ? കാര്യരൂപങ്ങളാണ്. ശിക്ഷിക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷെ നമ്മൾ ദൈവത്തെ പഴി പറയുമ്പോൾ, വിശ്വസിക്കാതെ വരുമ്പോൾ, ദൈവമായിട്ട് ബന്ധമില്ലാതെ വരുമ്പോൾ സാത്താൻ കയറി അറ്റാക്ക് ചെയ്യും. അതാണ് പ്രശ്നം. അവിടെ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. സങ്കീർത്തനം 34:5 പറയുന്നത് അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. അവന് ചുറ്റും ദൈവം ഒരു പാളയമടിച്ച് സംരക്ഷണം നൽകുന്നു. ഇവിടെ അത് സാധിക്കുന്നില്ല. കാരണം നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നില്ലെങ്കിൽ സാത്താൻ കയറി അടിക്കും. പക്ഷേ ഈ മകൻ അവരുടെ ഇടവക മധ്യസ്ഥൻ, വേറെ ഇടവകയുണ്ട്, എന്തോ അവിടെ പരിസരമാണല്ലോ. അപ്പോൾ ആ മധ്യസ്ഥനെ ഭയങ്കര ഫാനാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതോടൊപ്പം തന്നെ നന്നായിട്ട് പ്രാർത്ഥിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എന്ത് പ്രാർത്ഥനയാണ്, കുടിയൻ്റെ പ്രാർത്ഥനയും ഒക്കെയാണ്. അതെന്തോരം പോകും എനിക്കറിയില്ല. പക്ഷെ അവനെക്കുറിച്ചുള്ള അതാണ് ചില മക്കള്, അതാണല്ലോ ചിലർ കാണുന്നില്ലേ, എത്ര വലിയ തെറ്റ് ചെയ്താലും ഒന്നും സംഭവിക്കുന്നില്ല. കർത്താവിൻ്റെ കോപം സാവകാശമേ വരികയുള്ളൂ. അത് മാത്രമല്ല, നാളത്തെ ഒരു നല്ലൊരു ശുശ്രൂഷകനാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടായിരിക്കാം കേട്ടോ, ആയിരിക്കാം. എന്തായാലും ഇങ്ങനെയൊക്കെ ഒരു സ്റ്റോറി അവനുണ്ടായിരുന്നു. അവൻ പല സ്ഥലത്ത് ധ്യാനത്തിന് പോയിട്ട് അവന് വിടുതൽ കിട്ടിയിട്ടില്ല, ബന്ധനത്തിൽ മോചനം കിട്ടിയിട്ടില്ല. അങ്ങനെയാണ് പാവിയായ സാവൂളിനെ അനന്യാസിൻ്റെ ഇടയ്ക്കിലേക്ക് അനന്യാസിലൂടെ സാവൂള് മാനസാന്തരപ്പെടാനും കണ്ണിന് കാഴ്ച കിട്ടാനും പൗലോസ് അപ്പോസ്തലൻ അവൻ സാധിച്ചതുപോലെ. എന്തായാലും ആ മകൻ അതിനുശേഷം മദ്യപിച്ചിട്ടില്ല, പുകവലിച്ചിട്ടില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവർ, നിന്റെ കുടുംബത്തിൽ ഇതുപോലെ വഴിതെറ്റി കിടക്കുന്ന മക്കളുണ്ടാകാം. ഈ കാലഘട്ടം എന്ന് പറയുന്നത് പെൺകുട്ടികൾ ആൺകുട്ടികളായിരുന്നാലും കണക്കാണ്. മാതാപിതാക്കളെ ഇങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞാൽ പോരാ, ഉണർന്ന പ്രാർത്ഥനയിലായിരിക്കുക, വിശുദ്ധിയിലായിരിക്കുക. നമ്മുടെ ഓരോ ദിവസത്തെ വിശുദ്ധ കുർബാനയിൽ കരഞ്ഞുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾക്ക് ഒരു മാനസാന്തരം ഉണ്ടാവാൻ വേണ്ടി വിശുദ്ധ കുർബാനയുടെ യോഗ്യതയാൽ നിന്റെ മക്കൾക്ക്, നിന്റെ ഭർത്താവിന്, നിന്റെ ഭാര്യയ്ക്ക് മാനസാന്തരം ഉണ്ടാവും. നമുക്ക് നമ്മുടെ ഈ മേഖലകളെല്ലാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ടൊന്ന് സൂചിച്ചേ. കർത്താവേ, മക്കൾ സമർപ്പിച്ച 2 നിയോഗം എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കണമേ. ഇവർക്ക് പ്രത്യേകമായ ആവശ്യങ്ങളൊക്കെ നടത്തി കൊടുക്കണേ കർത്താവേ. ധ്യാനം കൂടി പോകുന്ന എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വരം കൊടുത്ത് അനുഗ്രഹിക്കണമേ കർത്താവേ. യേശുവേ, നന്ദി കർത്താവേ. ഹല്ലേലൂയ. ബെഥേൽ മാതാവേ, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധന്മാരെ